ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിന് കണ്ട പോലെ തന്നെ ഒരു ചെറിയ സർപ്രൈസ് വ്ളോഗ് ആട്ടൊന്ന്. എന്താ സംഭവം വെച്ചാൽ എൻ്റെ മൂത്താപ്പാടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഷൊർണൂരായതുകൊണ്ട് എന്നെ അവരങ്ങനെ വിളിച്ചൊന്നുമില്ല, കാരണം ഇവിടുന്ന് പോകാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇക്കൊരു ചാഞ്ചാട്ടം. ഷൊർണൂർ തുമ്പനി എന്തായാലും പൊയ്ക്കോ, എല്ലാവരും ഉള്ളതല്ലേ, നല്ല രസമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പോകാനാണെങ്കിൽ ട്രെയിനിൽ നോക്കുമ്പോൾ 50 മിനിറ്റ് ഉള്ളൂ. പക്ഷേ ട്രെയിനിൽ പോകാൻ പേടി, ലേഡീസിലൊക്കെ കയറിയാൽ ആരും ഇല്ലെങ്കിലോ എന്നൊക്കെ വെച്ച് പേടി. അപ്പോൾ അങ്ങനെ ബസ്സിൽ പോകാൻ പ്ലാൻ ചെയ്ത് ഇവിടുന്ന് സ്ട്രേറ്റ് പാലക്കാട് ബസ്സുണ്ട്, 1 hour ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകാൻ വിചാരിച്ച്. പക്ഷേ ഐബൂനായിട്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് ലോക്കൽ ബസ്സിൽ ഒറ്റയ്ക്ക് പോണേ. അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ആർക്കും ഞാൻ വരുന്ന ഒരു സൂചന പോലുമില്ല. ഉമ്മക്ക് എന്തായാലും നെട്ടും ഉറപ്പാണ്. ഐബു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഞാൻ കുറച്ച് മുട്ടായിയും ചിപ്സും കൈ പിടിച്ച്, കാരണം ഇങ്ങനത്തെ സന്ദർഭത്തിൽ പോകുമ്പോൾ 1 hour ഉണ്ടല്ലോ, ഇപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ പണി പാളും. അപ്പോൾ നമ്മളിതൊക്കെ പിടിച്ചില്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ലല്ലോ. കുറച്ച് നേരമൊക്കെ ഒതുങ്ങിയിരുന്നു. പിന്നെ വേറൊരു കുട്ടി വന്നിട്ട് ബസ്സിൽ, പിന്നെ അവളായിട്ട് ഫുള്ള് കളിയായിരുന്നു. കുറേ നേരം അവൾ ഇറങ്ങണ വരെ അവളായിട്ട് കളിയായിരുന്നു. എല്ലാ സാധനങ്ങളും ഇത് ഒക്കെ ബൂസ്റ്റ് കുടിക്കുക. അതാ മൂത്തമ്മ ബൂസ്റ്റ് വരും, പോയിക്കോ. ടൈഗർ ഫാമിന്. പിന്നെ ഞാനിങ്ങനെ അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇറങ്ങണതൊന്നും. അപ്പോൾ മൂത്താപ്പ എന്നെ ബസ് സ്റ്റോപ്പിൽ വിളിക്കാൻ വരിക ചെയ്തത്. മൂത്താപ്പയുടെ മരുകൾ പോണതുകൊണ്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. അപ്പോൾ അവളും കൂടി തലേസിനോട് പറഞ്ഞുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എന്തായാലും വരാൻ വിചാരിച്ചു. അവൾ ഗൾഫിൽ പോവാണ്. അങ്ങനെ ഇവിടെ എത്തിയതും പിന്നെ ഇവ ഫുള്ള് വലിച്ചിടലായിരുന്നു. മൂത്തുമാക്കും ഇവൻ്റെ പിന്നാലെ ഓടൽ തന്നെ ആയിരുന്നു. ഇത് പറയുന്നുണ്ട് നല്ല രസമുണ്ട്, ഇവൻ്റെ പിന്നാലെ കളിയൊക്കെ കാണുമെന്ന് പറയുന്നു. പിന്നെ മൂത്താപ്പയുടെ അപ്പട്ടി വീട്ടിൽ കണ്ട ഒരു വലിയ നായുണ്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് മൂത്താപ്പയുടെ ഒക്കെ തീർന്നിട്ട് അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായിക്കണ നായനെ, അവനക്ക് ഇഷ്ടം എപ്പോൾ ചെന്നാലും. കളിക്കണോ? പിന്നെ മൂത്താപ്പാട് വീടിൻ്റെ അടുത്തൊക്കെ കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കണായിട്ട് ഇവനിക്കും കളിക്കണം എന്നിട്ട് അവിടെ പോയിട്ട് കളിക്കും. ഒരു പരിചയമില്ലാത്ത കുട്ടികളാണ്. പക്ഷെ മൂപ്പരാൾക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല, അവരെ കൂടെ കളിക്കാമെന്നൊക്കെ കൊണ്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ഇവർ മറ്റൊരു വീട്ടുകാർ എത്താറായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഇവന് വീട്ടിൽ കയറ്റിയിട്ടാണ്. അവർ സർപ്രൈസ് ആവണല്ലോ, ഞാൻ അത് കാണാട്ടെ നമുക്ക്. എല്ലാവർക്കും സർപ്രൈസ്. നിങ്ങളെല്ലാവരും റിയാക്ഷൻസ് കണ്ടില്ല, എല്ലാവരും ഷോക്കായിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല അവർ. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ബസ്സിൽ ഐബൂനായിട്ട് ഒറ്റയ്ക്ക് വരുന്ന ആരും പ്രതീക്ഷിക്കില്ല, കാരണം അങ്ങനെ ഞാൻ വരാറില്ലല്ലോ ഐബൂന് ഒറ്റയ്ക്കായിട്ട്. ഉമ്മൊക്കെ നല്ല നെട്ടി. പിന്നെ ഉമ്മ വീഡിയോ കണ്ടപ്പോൾ വേഗം നിർത്തി. പിന്നെ വീഡിയോ ഒക്കെ ഓഫാക്കിയ ശേഷം എങ്ങനെ വന്ന് പെട്ടെന്ന് വന്ന് എന്തായി കണ്ട് ഉമ്മയുടെ നെറ്റിലാണ്ടപ്പോൾ മനസ്സിലായില്ല, എല്ലാവരും നെട്ടി. എന്തായാലും അവരൊക്കെ സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും നല്ല ഹാപ്പി ആവുകയും ചെയ്ത്. എന്നിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഇപ്പോൾ രാത്രി ആയിട്ട് അവിടെ ഒരു ഫേമസ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് പറഞ്ഞിട്ട് നിച്ചു പോയിട്ട് മേടിച്ചു കൊടുത്തിട്ടാണ്. അതിവിടെ ഉണ്ട്, ഫേമസ് ആണ്. നമ്മൾ തിന്നില്ല, നിച്ചു ഒരിക്കൽ വന്നപ്പോൾ തിന്നുണ്ട് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് ആണെന്നൊക്കെ നമ്മൾ സാധാ ഇവിടുത്തെ നമ്മൾ നാട്ടിലത്തെ പോലത്തെ ബ്രെഡ് ഓംലേറ്റ് ഇല്ല എന്നിട്ട് അവൻ മേടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ തിന്നാൻ ചീസൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി വന്നുകൊണ്ട് എല്ലാവരും നല്ല വർത്താനവും പറച്ചിലും. പിന്നെ കുറേ ആയിക്കണം ഞാൻ പാലക്കാടേക്ക് വന്നിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ രാത്രി ആയി ഏകദേശം. ഇപ്പോൾ പൊറാട്ടയും ബീഫ് കറി ഇവിടെ മൂത്തുമ്മ വെച്ച് പിന്നെ പൊറാട്ട മേടിച്ച്. അപ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഇത് തിന്നേട്ടാം. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞ് കാർഡ്സ് കളിക്കാറുണ്ട്. എല്ലാവരും കൂടി രസമില്ല കാർഡ്സ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ കൂടി കാർഡ്സ് കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടോ. കാർഡ്സ് കളിച്ച് കുറേ അയക്കണം. അപ്പോൾ ഐബു ഉറങ്ങാണ്ട് അയച്ചെങ്കിൽ അവിടെ ഐബു ഞങ്ങളൊപ്പം എന്നിട്ട് വിക്രസ് കാട്ടേട്ടാ. എന്നിട്ട് കുറേ നേരം ഞങ്ങളിതുപോലെ കാർഡ്സൊക്കെ കളിച്ചിരുന്ന്
നല്ല രസം. പക്ഷേ ഇവർ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഇരുന്നുള്ളൂ. കാരണം അവരൊക്കെ യാത്ര ചെയ്തതിന് ക്ഷീണിച്ചൊക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. പിന്നെ ഏകദേശം 10:45-11 ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു, എല്ലാവരും കൂടി കാർഡ്സൊക്കെ കളിച്ചിരുന്ന്. പിന്നെ ഞാൻ അന്നൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ, അന്ന് അങ്ങനെ പോയി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേസ് വൈകുന്നേരം ഇട്ടത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കോട്ട ഉണ്ടല്ലോ, കോട്ട അവിടെ അടുത്ത കോട്ടയും പിന്നെ പാർക്കൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയി വെച്ചിട്ടാണ് മൂത്താപ്പയുടെ മരികൾ കണ്ടില്ലേ, ഇവള് ഗൾഫിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ അതാ വാടികാവ് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, കോട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നേക്കെ കേട്ടോ. കുട്ടികളൊക്കെ അവിടെ പാർക്കിക്കും കയറി, വലിയ ആൾക്കാർ കോട്ടയൊക്കെ നടന്നു പോകാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്ത്. അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ ഇൻഫ്ലുവൻസറും ഞാനാണ്, ചെറിയ കുട്ടി അതിൻ്റെ പേര് ഇരിക്കടി. താറാവ് ഉണ്ട് ലൈഫൂസ്. ഇതെന്താണ് കിളി പോയന്റെ ചിരിക്കടാ. അങ്ങനെ ഐബോയ് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ, ഊഞ്ഞാലും മറ്റേലൊക്കെ കയറി. പക്ഷേ ഇങ്ങനെ ഉരുസിപ്പാലത്തിൽ അവനക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചത്, ഇങ്ങനത്തെ സ്റ്റെപ്പ്, അപ്പോൾ അവനക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പം എന്നവരൊക്കെ പറഞ്ഞ് ഞാൻ കയറിയിട്ട് അവനെ മടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഉരുസിക്കും, അപ്പോൾ അവനക്കൊരു ഹാപ്പി ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കയറിയിട്ട് അങ്ങനെ ഉരുസി. പിന്നെ ഇത് വലുതുമാണ്, ചെറിയ കുട്ടികളതല്ല, അപ്പോൾ അവനക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഉരുസാനും പറ്റില്ല, അവനക്ക് ബുദ്ധിമുട്ടല്ലേ, അത്ര ആയിട്ടില്ലല്ലോ, 2 ആയിട്ടുള്ളൂ. അപ്പോൾ അവനക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ കയറി ഇരുന്നിട്ട് അവനൊന്ന് ഇതാക്കിയ കേട്ടോ. ചെറിയ 2 കുട്ടികൾ ആടുന്നത് കണ്ടാൽ നിങ്ങൾ നെട്ടും. ഇനി പാപ്പന് വീഴ്ത്തിട്ടോട്ടാ. അവിടെ അങ്ങനെ നല്ലൊരു വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കോട്ടയിലൊക്കെ വലിയ ആൾക്കാർ നടക്കാൻ പോയി. ഐബൂന് നല്ല എൻ്റർടൈൻമെൻറ്റ് പാർക്കിലൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളവിടെ സ്പൈറൽ പൊട്ടാറ്റോ അതും ഐസ്ക്രീമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് കേട്ടോ. അതൊക്കെ മേടിച്ച് തിന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. എങ്ങനെയുണ്ട്? പറഞ്ഞേ പോയി അങ്ങനെ പോയിട്ടുണ്ട്. അവൻ പൊട്ടിച്ചെന്നോളൂ. ഗുഡ് ബോയ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ദോശയൊക്കെ മേടിച്ച്. ഞാൻ പിന്നെ എന്നും പറയുന്ന പോലെ ബട്ടർ നാനും ഗോപി മഞ്ചൂരിയനൊക്കെ മേടിച്ച്. അപ്പം നല്ല രസമായിരുന്നു. ഞങ്ങളൊരു 1.5 ദിവസമാണ് മൂത്താപ്പാട് സ്പെൻഡ് ചെയ്തത്. പക്ഷേ കുറേ കാലത്തെ ശേഷം എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും സംസാരിച്ചിരുന്നിട്ടും കളിച്ചിട്ടും രാത്രിയൊക്കെ ഉറക്കേണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പെൺകുട്ടികളൊക്കെ എല്ലാവരും കൂടിയിട്ട് റൂമിൽ കിടന്നിട്ട് സംസാരവും ട്രോളലും അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പോയത് എന്തായാലും നന്നായെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സർപ്രൈസായി, എല്ലാവരും ഹാപ്പിയായി. ഐബൂനെ മൂത്താപ്പക്കും മൂത്തുമ്മക്കും ഒരു 1.5 ദിവസം കളിക്കാനൊക്കെ കിട്ടി. അവൻ്റെ കളികളൊക്കെ ഉണ്ട്, അവരും നല്ല ഹാപ്പിയായി. അങ്ങനെ മൊത്തത്തിൽ ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.